ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചപ്പാത്തി കറിയാണ് കേട്ടോ. ഞാൻ 2 ടൊമാറ്റോയും കുറച്ച് കാഷ്യൂവും കൂടെ പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് കുറച്ച് മല്ലി, കറുവാപ്പട്ട, പെരിഞ്ജീരകം, ജീരകം, കുരുമുളക്, അതുപോലെ തന്നെ 2 ഏലക്കായ, ഗ്രാമ്പു ഇവയെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരത്തക്കവണ്ണം ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതിയാകും. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നല്ല വാസനയുള്ള ഒരു മസാലയാണ് കേട്ടോ ഇത്. ഇനി കുറച്ച് പൊട്ടറ്റോയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ബോയിൽ ചെയ്തെടുത്തതാണ്. കുറച്ച് ഉപ്പിട്ടിട്ടാണ് ബോയിൽ ചെയ്തത്. എന്നിട്ട് തോലൊക്കെ കളഞ്ഞ് വെച്ചതാണ്. അതിൽ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് ഈ പൊട്ടറ്റോ ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കോരി മാറ്റി വയ്ക്കാം. ആ ഓയിലിലേക്ക് തന്നെ ഞാൻ ഒരു ഒനിയൻ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒനിയൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. 1 സ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് വറുത്ത ജീരകം പൊടിച്ചതാണ്. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ആ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരത്തക്ക രീതിയിൽ ഒന്ന് കുക്ക് ചെയ്യണം. ആ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്രഷ്ഡ് മസാല ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 1.5 സ്പൂൺ അളവിൽ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കറിക്ക് ആവശ്യമായ ഉപ്പിട്ടാൽ മതിയാകും. പൊട്ടറ്റോയ്ക്ക് ഓൾറെഡി ഞാൻ ഉപ്പിട്ടതാണ്. ഉപ്പും കൂടി ഇട്ട് യോജിപ്പിച്ചതിന് ശേഷം പുളിയില്ലാത്ത കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ തൈരൊക്കെ ആ കറിയിൽ നന്നായിട്ട് യോജിക്കണം. പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ആ പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ അത് ഗ്രേവി എല്ലാം പിടിക്കത്തക്കവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ആ എണ്ണയൊക്കെ തെളിയുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്